ഓണം കഴിഞ്ഞ ദേശീയപാത 66 നിയമലംഘനങ്ങളും അപകടങ്ങളും പതിവാവുകയാണ്. ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും സർവീസ് റോഡിലൂടെ പോകണമെന്ന നിർദ്ദേശം പലയിടത്തും പാലിക്കുന്നില്ല. ആദ്യം ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. നിയമലംഘനങ്ങൾക്കെതിരെ കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. 6 വരിപ്പാതയിൽ ചരക്ക് വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നതിന് പൂർണ്ണ നിരോധനം. സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗങ്ങളിൽ മാത്രം 3 വരിയിലെ തേർഡ് ട്രാക്ക് ദേശീയപാത അതോറിറ്റിക്ക് കത്ത് നൽകിയെന്ന് കോഴിക്കോട് ആർടിഒ ജെബി ചെറിയാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സർവീസ് റോഡുള്ള സ്ഥലങ്ങളിൽ സർവീസ് റോഡ് ഓട്ടോറിക്ഷയും അതുപോലെ തന്നെ 2 വീലറുകൾ നിർബന്ധമായി തന്നെ സർവീസ് റോഡ് ഉപയോഗിക്കണം. ഇനി സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ ഈ വാഹനങ്ങൾ ഹൈവേയിലേക്ക് കയറുന്ന സമയത്ത് ഇടതുവശം ചേർന്ന് മാത്രം വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഈ ലോറി പോലുള്ള വാഹനങ്ങളോ ഒരു വാഹനങ്ങളും ഈ ഹൈവേയിൽ നിർത്തിയിടാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് ഒരുപാട് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഇതിന്റെ വ്യാപകമായ ചെക്കിങ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സർവീസ് റോഡ് 2 ലൈൻ രണ്ട് ദിശയിലും വാഹനങ്ങൾ ഓടിക്കാവുന്നതാണ്. അതിന് ഒരു എക്സംഷൻ ഉള്ളത് 1 വേ ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് 1 വേ ആയിട്ട് തന്നെ എടുക്കണം. ഭാരവാഹനങ്ങൾ അതുപോലെ തന്നെ വേഗത കുറച്ച് പോകുന്ന വാഹനങ്ങൾ എക്സ്ട്രീം ലെഫ്റ്റ് ഏറ്റവും ഇടതുവശത്തുള്ള ട്രാക്ക് തന്നെ ഉപയോഗിക്കണം. പിന്നെ മറ്റുള്ള വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടത് 2ാമത്തെ ട്രാക്കാണ്. അപ്പോൾ ഒരു കാരണവശാലും 3rd ലൈനിൽ കൂടി 3ാമത്തെ ലൈനിൽ കൂടി വാഹനങ്ങൾ ഓടിക്കാനായിട്ട് പാടില്ല. അതൊരു ഓവർടേക്കിംഗ് ലൈനായിട്ടാണുള്ളത്. ഇതാണ് ലൈൻ ട്രാഫിക്കിന്റെ ഒരു നിയമം പൊതുവെ ഉള്ളത്. സിനോജ് തോമസ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. സിനോജ്, നല്ല റോഡുണ്ടായിട്ട് ഒരു കാര്യവുമില്ല. അതിലൂടെ മിനിമം മര്യാദയിൽ വാഹനം ഓടിക്കുന്ന മനുഷ്യർ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നന്നായി മുന്നോട്ട് പോവുകയുള്ളൂ. യാതൊരു തരത്തിലുള്ള സിവിക് സെൻസും പ്രകടിപ്പിക്കാത്ത ഒരു ഡ്രൈവിംഗ് കൾച്ചറാണ് നമുക്കുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ മരണങ്ങൾ ഉണ്ടാവുകയാണ്, ജീവനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് എന്നതാണ് വേദനിപ്പിക്കുന്ന വസ്തുത. തീർച്ചയായിട്ടും മാധു, അതായത് റോഡ് നന്നായിട്ട് കാര്യമില്ല, നമ്മുടെ ഡ്രൈവിംഗും കൂടി നന്നാകേണ്ടതുണ്ട്. കാരണം സംസ്ഥാനത്തെ ദേശീയപാത 66 പല ജില്ലകളിൽ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാക്കി. കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും 2 റീച്ചുകൾ പ്രധാനമന്ത്രി തന്നെയാണ് നാടിന് സമർപ്പിച്ചത്. പക്ഷേ പല ജില്ലകളിലും അപകടങ്ങൾ പെരുകി വരികയാണ്. പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് ജില്ലയിലൊക്കെ തന്നെ നിരന്തരം അപകടം നടക്കുകയാണ്. അതായത് 6 വരിയിൽ പാതയിൽ വാഹനം ഓടിക്കുന്നത് നാട്ടിൻ പ്രദേശത്തെ സിംഗിൾ ലൈനിലൂടെ വാഹനം ഓടിക്കുന്ന രീതിയിലാണ് ജനങ്ങൾ വാഹനം ഓടിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് വേങ്ങേരിയിലാണ്. താഴേക്ക് വേങ്ങേരി മേൽപ്പാലത്തിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ കാണാം ഇപ്പോഴും നിയമലംഘനങ്ങൾ തത്സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇരുചക്ര വാഹനങ്ങളും മുച്ചക്ര വാഹനങ്ങളും ഈ റോഡിൽ കയറ്റരുത്, 6 വരി പാതയിൽ കയറ്റരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇപ്പോഴും കാണാം ഈ കാസർഗോഡ് ഭാഗത്തേക്ക് ഒരു 2 വീലർ കടന്നു വരുന്നത് കാണാം. ഇവിടെ 2 ഭാഗത്തും 2 വശത്തേക്ക് പോകാൻ വേണ്ടി സർവീസ് റോഡുകളുണ്ട്. പക്ഷേ ആ സർവീസ് റോഡിൽ പോകാതെയാണ് ഇരുചക്ര വാഹനങ്ങൾ ഈ 6 വരി പാതയിലൂടെ കടന്നു പോകുന്നത്, മുച്ചക്ര വാഹനങ്ങളും കടന്നു പോകുന്നത്. ഇത് മാത്രമല്ല, ഈ 6 വരി ദേശീയപാതയുടെ പല സ്ഥലങ്ങളിലും രാത്രി കാലങ്ങളിൽ ചരക്ക് വാഹനങ്ങൾ നിർത്തിയിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കോഴിക്കോട് ജില്ലയുടെ പല സ്ഥലത്തും ഇത്തരത്തിൽ നിർത്തിയിട്ട ചരക്ക് വാഹനത്തിന് പിറകിൽ വാഹനം വന്നിടിച്ച് അപകടമുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഈ തുറന്നു കൊടുത്ത റോഡുകളിലൊക്കെ തന്നെ കർശന പരിശോധന തുടങ്ങാൻ വേണ്ടി മോട്ടോർ വാഹന വകുപ്പ് പോകാൻ വേണ്ടി പോവുകയാണ്. പല സ്ഥലങ്ങളിലും ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന് പുറമെ തന്നെ മോട്ടോർ വാഹന വകുപ്പും പരിശോധന തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. പല സ്ഥലത്തും എൻട്രി എക്സിറ്റ് പോയിന്റുകളുണ്ട്. ആ എൻട്രി എക്സിറ്റ് പോയിന്റുകളൊക്കെ തന്നെ തലതിരിഞ്ഞ ആളുകൾ ഉപയോഗിക്കുന്നത് കാണാം. ഒപ്പം തന്നെ ഓട്ടോറിക്ഷകളും ഈ 6 വരി പാതയിലൂടെ കടന്നു പോകുന്നു. പറഞ്ഞല്ലോ, ഭാരവാഹനങ്ങൾ ഈ ട്രാക്ക് ഉപയോഗിക്കരുത്. നോക്കൂ, ഒരു ഭാരവാഹനം തന്നെ പോകുന്നത് ഏറ്റവും വേഗതയിൽ പോകേണ്ടുന്ന ട്രാക്കിലൂടെയാണ്. ഈ നിലയ്ക്കാണ് പോകുന്നത്. മാത്രമല്ല, വലിയ വേഗതയിൽ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾക്കിടയിലേക്കാണ് പലപ്പോഴും ഈ ലൈൻ തെറ്റിച്ചും റോഡ് തന്നെ തെറ്റിച്ചുമുള്ള മറ്റ് ചെറിയ വാഹനങ്ങളുടെയൊക്കെ എൻട്രി ഉണ്ടാവുന്നത്. അപകടം എങ്ങനെ ഉണ്ടാകാതിരിക്കും? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മലപ്പുറത്തുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കാണിച്ചാണ്. ട്രാവലർ ഈ 6 വരി ദേശീയപാതയിൽ നിന്ന് എക്സിറ്റ് അടിക്കാൻ മറന്നുപോയി. തുടർന്ന് റിവേഴ്സ് എടുത്ത് വരുന്ന സമയത്താണ് പുറകിൽ വന്ന ഒരു ബൈക്കുകാരൻ, ബൈക്ക് അവിടെ കയറാൻ പാടില്ലാത്തതാണ്, പക്ഷേ ബൈക്കുകാരൻ ആ റോഡിൽ കയറുന്നു. ആ റിവേഴ്സ് വന്ന ആ ട്രാവലറിൽ ഇടിക്കുന്നു. തുടർന്ന് KSRTC വന്ന് ബൈക്കുകാരൻ ഇടിക്കുന്നു. അങ്ങനെ ഒരു അപകടമുണ്ടായി. കഴിഞ്ഞ ദിവസം ഇതിന് മുൻപൊക്കെ തന്നെ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് കണ്ടിരുന്നു. ഇപ്പോൾ ഭാരവാഹനമൊക്കെ തന്നെ പോകുന്നത് 3ാമത്തെ ട്രാക്കിലൂടെയാണ്. ഈ ട്രാക്ക് എന്ന് പറയുന്നത് ആംബുലൻസിനും ഓവർടേക്കിങ്ങിനും മാത്രമുള്ള ട്രാക്കാണ്. ആ ട്രാക്കുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വലിയ ചരക്ക് വാഹനം ഉൾപ്പെടെ പോകുന്നത്. ഓട്ടോറിക്ഷകളും ബൈക്കുകളും ഈ ഓഫീസ് ടൈമിൽ
ടൈമിലും രാവിലത്തെ ഓഫീസ് ടൈമിലൊക്കെ തന്നെ പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ജില്ലയിലൊക്കെ തന്നെ കാണാം ബൈക്കുകൾ 3 ട്രാക്ക് ഉപയോഗിച്ച് ബൈക്കുകളൊക്കെ തന്നെ പോകുന്നത് കാണാം. അത് വലിയ അപകടമാണ്. 2 സൈഡിലും സർവീസ് റോഡ് നിർമ്മിച്ചിട്ട് പോലും അതിവേഗത്തിൽ വാഹനങ്ങൾ പോകേണ്ട ട്രാക്കിലൂടെ ബൈക്കുകൾ പോകുന്നു. പല സ്ഥലത്തും ആളുകൾ റോഡ് ക്രോസ് ചെയ്യുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തൊക്കെ തന്നെ ആളുകൾ കാൽനടയായിട്ട് ഈ 6 വരി പാത ക്രോസ് ചെയ്യുന്നത് കാണാറുണ്ട്. കുട്ടികളും പ്രായമായവരൊക്കെ തന്നെ ഇതിന്റെ നടുവിലുള്ള ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ഈ അതിവേഗ ഹൈവേ മുറിച്ച് കടന്നു പോകുന്നതും കാണാറുണ്ട്. അത്തരക്കാരൊക്കെ തന്നെ പൂർണ്ണമായി ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ എത്രമാത്രം 2 വീലർ വാഹനങ്ങളാണ് ഈ കോഴിക്കോട് ബൈപ്പാസിലൂടെ ഈ ഓഫീസ് ടൈമിൽ കടന്നു വരുന്നത്. പല ആളുകളും ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് പോകുന്നതായിരിക്കും. അവർക്ക് പോകാൻ വേണ്ടിയാണ് മനോഹരമായ സർവീസ് റോഡുകൾ നിർമ്മിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ അതിൽ ഭൂരിഭാഗം ആളുകളും ഈ 6 വരി പാതയുടെ 3ാമത്തെ ട്രാക്ക് ഉപയോഗിക്കുന്നു. അതിൽ ചില ആളുകൾ തന്നെ ഈ 1ാമത്തെയും 2ാമത്തെയും 3ാമത്തെയും ട്രാക്കൊക്കെ തന്നെ ഉപയോഗിച്ച് പോകുന്ന ആളുകളെ കാണാം. ചില ആളുകളൊക്കെ തന്നെ ഈ ലൈൻ ട്രാഫിക്ക് പരമാവധി പ്രയോജനപ്പെടുത്തിയ നിയമങ്ങൾ പാലിച്ചു പോകുന്ന ആളുകളുണ്ട്. കൃത്യമായും സെൻട്രൽ ലൈനിലൂടെ പോകുന്ന കാറുകളുണ്ട്. ഓവർടേക്കിന് മാത്രം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ ട്രാക്ടർ പോലുള്ള വാഹനങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ ട്രാക്ടർ പോലത്തെ വാഹനങ്ങളൊക്കെ തന്നെയും ഈ 6 വരി പാതയിൽ കയറി വരുന്നതും കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഒരു ക്രെയിൻ അവിടെ ദൂരെ നിന്ന് കടന്നു വരുന്നത് നമുക്ക് കാണാം. അത്തരത്തിൽ പതുക്കെ പോകേണ്ട വാഹനങ്ങൾ ഉൾപ്പെടെ ഈ 6 വരി പാതയിലൂടെ കടന്നു വരുന്നത് അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദൃശ്യങ്ങളടക്കം ആ വാർത്തയുടെ ഗൗരവം എന്താണ് എന്നത് വ്യക്തമാക്കി തരുന്നത് ഇരുചക്ര വാഹനങ്ങളോ മുച്ചക്ര വാഹനങ്ങളോ അടക്കം കടന്നു പോകാൻ പാടില്ലാത്ത ഇടത്തുകൂടിയാണ് ഈ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. മാത്രമല്ല പലപ്പോഴും ഈ ലൈൻ ട്രാഫിക് ദേശീയപാതയുടെ പണി പൂർത്തിയാകുന്നതോടുകൂടി കർശനമായി നടപ്പിലാക്കണം എന്നുള്ളതൊക്കെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ആഗ്രഹം. പക്ഷേ ഈ നിലയ്ക്കുള്ള ഒരു ഡ്രൈവിംഗ് രീതിയാണ് നമുക്കുള്ളത് എന്നതാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിലും സമാനമായ പ്രശ്നമുണ്ട്. വീതി കുറഞ്ഞ ഭാഗങ്ങളിൽ സർവീസ് റോഡിന് വീതി കൂട്ടേണ്ട സാഹചര്യമുണ്ട്. അതാവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിക്ക് കത്ത് നൽകിയെന്ന് കോഴിക്കോട് RTO വ്യക്തമാക്കുകയും ചെയ്തു.